മക്കളെ അപ്പോൾ ആഘോഷങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എക്സാമുള്ള കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. 28-ാം തീയതി ഇന്ന് നമുക്ക് എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് ഓപ്റ്റിക്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ റിഫ്രാക്ഷൻ്റെ ഭാഗത്താണ് നിർത്തിയത്. അപ്പോൾ റിഫ്രാക്ഷൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ റിഫ്രാക്ഷൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. റിഫ്രാക്ഷൻ ഇൻ പ്രിസം പഠിച്ചു. പ്രിസത്തിൽ എന്താണ് റിഫ്ലക്ഷനും ഉണ്ട്, സ്റ്റാർസ് ഡിപ്പെൻഡിങ് അപ്പോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റൈറ്റ്. ടോട്ടൽ ഇൻ്റർ റിഫ്ലക്ഷനൊക്കെ നടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലാരിഫൈ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മളൊരു പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഈ സെക്ഷൻ തുടങ്ങി പോണതൊക്കെ ഒരൊറ്റ പോയിൻ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ടോപ്പിക്കിൽ മനസ്സിലാക്കുക കേട്ടല്ലോ. അതെല്ലാം കണ്ടിന്യൂഷനാണ്, ലിങ്ക്ഡ് ആണ് ഇനി ടോപ്പിക്സ് മുഴുവൻ, റൈറ്റ്. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസ്. അതായത് ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും വീഡിയോസ് എടുത്തതിൽ നമ്മൾ ഓഫ് കോഴ്സ് മിററിൻ്റെ കേസല്ല കേട്ടോ ഞാൻ പറയുന്നത്. റിഫ്രാക്ഷൻ്റെ കേസിൽ നമ്മൾ റിഫ്രാക്ഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മീഡിയം എടുക്കുമ്പോൾ രണ്ട് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും സർഫസ് എന്താ പ്ലെയിൻ ആയിട്ട് എടുത്തിരുന്നത് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അല്ലേ. അപ്പോൾ ഇനി ആ പ്ലെയിൻ ലൈനിന് പകരം സർഫസ് ഒന്ന് കർവാക്കാണ്. ദാറ്റ് ഈസ് നോൺ ആസ് സ്ഫെറിക്കൽ സർഫസ്, റൈറ്റ്. അപ്പോൾ ഇഫ് ടു സർഫസസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് രണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നോക്കുക, N1 N2. അവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പ്ലെയിൻ സർഫസ് അല്ല, ബട്ട് ഒരു സ്ഫെറിക്കൽ സർഫസ് കൊണ്ടാണ്, റൈറ്റ്. ക്ലിയർ ആവുണ്ടല്ലോ. ഒരു റെയറും ഡെൻസർ മീഡിയം. ഇപ്പോൾ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണെങ്കിൽ ഇവിടുത്തെ N2. N1 റെയർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, N2 ഡെൻസർ മീഡിയത്തിൻ്റെയാണെന്ന് വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം, റൈറ്റ്, which is to be used continuously for this section. ഇനി പോകും തോറും നമുക്ക് ആവശ്യമുണ്ട് കേട്ടില്ല. അപ്പോൾ നമുക്ക് ഡെറിവേഷൻ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ എല്ലാത്തിനും ഒരു പ്ലെയിൻ ഒരു ആക്സിസ് നമ്മൾ എടുക്കണം. ക്ലിയർ, റൈറ്റ്. അപ്പോൾ പോളുണ്ട് അല്ലേ എല്ലാത്തിലും മാതിരി തന്നെ. നമ്മുടെ സർക്കിൾ സർഫസിനൊക്കെ പോളുള്ള മാതിരി തന്നെ ഇവിടെയും പോളുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ദിസ് ഈസ് ദ പോൾ ഓഫ് ദാറ്റ് സർക്കിൾ സർഫസ്. ക്ലിയർ. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ വയ്ക്കണമെന്ന് O എന്നൊരു ലൈറ്റ് റേ ഇൻസിഡൻ്റായി, ലെറ്റ്സ് സേ ആ ഇൻസിഡൻ്റായ പോയിൻ്റ് M എന്ന് എഴുതി. ഞാൻ ഈ N1 N2 മാച്ച് കളയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് N1ഉം ഇത് ഇവിടെ N2 ആണെന്നും അത് മനസ്സിലാക്കി. ഇനി റൈറ്റ്, ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഈ സർഫസിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഫെറിക്കലായിട്ടുള്ള സർഫസിൻ്റെ നോർമൽ എപ്പോഴും എന്താ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണം കേട്ടല്ലോ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് എമ്മിൻ്റെ അവിടെ ഞാൻ നോർമൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കും? അപ്പോൾ ഇവിടെ സെൻറ്റർ വേണം വേണ്ടേ. അപ്പോൾ ലെറ്റ്സ് സേ ദിസ് C is the center. ക്ലിയർ ആവുണ്ടല്ലോ. ഈ സർക്കിൾ സർഫസ് ഞാൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബിക്കം എ സ്ഫിയർ. ആ സ്ഫിയറിൻ്റെ സെൻറ്റർ C ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് പറയും കേട്ടല്ലോ. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ, റൈറ്റ്. അപ്പോൾ ഈ ME എന്ന് ഞാനൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കണ്ടേ. ഡോട്ട് ലൈനിൽ ഈ വരച്ചിട്ടുള്ള ലൈനാണ് നോർമൽ അറ്റ് പോയിൻ്റ് M. ആ സർഫസിൽ നോർമൽ അറ്റ് പോയിൻ്റ് M ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയാ? അപ്പോൾ വെൻ ലൈറ്റ് റേ മൂവ്സ് ഫ്രം റെയറർ ടു ഡെൻസർ മീഡിയം ഇറ്റ് മൂവ്സ് ടുവേഴ്സ് നോർമൽ. ഓർമ്മ ഉണ്ടോ? അപ്പോൾ ഇനി ഞാൻ വരയ്ക്കാൻ പോണത് ടുവേഴ്സ് നോർമലായിട്ട് ബെൻഡ് ചെയ്തിട്ടുള്ള ലൈറ്റ് റേ. ക്ലിയർ. സോ ദാറ്റ് നൗ ആൻ ഇമേജ് ഇസ് ഫോം വിച്ച് ഇസ് I. ക്ലിയർ ആയാ? റൈറ്റ്. കുഴപ്പമില്ലല്ലോ. ഈ ആംഗിൾ നമുക്കിനി കുറച്ച് പേരുകളൊക്കെ കൊടുക്കണം. ഈ ആംഗിൾ ബീറ്റ എന്ന് എഴുതിക്കോ, ഈ ഗാമ എന്ന് എഴുതിക്കോ, ഈ ആംഗിൾ ആൽഫ എന്ന് എഴുതിക്കോ. കേട്ടോ. ഇനി നമുക്ക് ഈ ലൈറ്റ് റേ ശരിക്കും ഈ സർഫസ് ഉണ്ടായിരുന്നില്ല, അതായത് ഈ ഇൻസിഡൻറ്റ് റേ ഈ സർഫസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് പോകുക? അതിൻ്റെ ആക്ച്വൽ പാത്ത് എന്താ വരിക? ഞാൻ വേറെ കളർ ബ്ലാക്ക് എടുക്കാം. ഇങ്ങനെ പോകുമായിരുന്നു അല്ലേ. ദിറ്റ് വുഡ് ഹാവ് ബീൻ ഇറ്റ്സ് ആക്ച്വൽ പാത്ത്, റൈറ്റ്. ക്ലിയർ, റൈറ്റ്. അപ്പോൾ ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് ഇതിലേ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഡീവിയേഷൻ്റെ ആംഗിളാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഡീവിയേഷൻ്റെ ആംഗിളാണ് ചോദിച്ചതെങ്കിൽ എങ്ങനെ കാണിക്കാം? ഇതാണ് ഡീവിയേഷൻ ആംഗിൾ. ക്ലിയർ ആയാ?
റൈറ്റ്. ദിസ് ആൻഡ് ഓൾ ഇസ് നോട്ട് ദർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇതുവരെയല്ല ഞാൻ ആ ഡീവിയേഷൻ പറഞ്ഞു എന്നുള്ളൂ. ക്ലിയർ? റൈറ്റ്. ആ ആംഗിൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമില്ല, പറഞ്ഞു എന്നുള്ളൂ. റൈറ്റ്. ദിസ് ഇസ് ദ ആക്ച്വൽ പാത്ത്. ആ ബ്ലാക്ക് കളറിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് ആക്ച്വൽ പാത്ത്. ഇത് N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N2. ക്ലിയർ ആയ? അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകണം, നമുക്ക് പേരുകൾ കൊടുക്കണ്ടേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇത് U. റൈറ്റ്. ഇമേജ് ഫ്രം പോളി എന്നല്ല എഴുതാം, ഡിസ്റ്റൻസ് V ആയോ. ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ R. ക്ലിയർ? കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ മാർക്കിൽ മാറ്റി. അപ്പോൾ ഇനി വേറെ 2 ആംഗിൾസ് നമ്മൾ പറയാൻ പോകണം, വിച്ച് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ക്ലിയർ ആവണ്ട? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് നമുക്ക് ഇതാണെന്ന് വിചാരിക്കാം. ഇതാണല്ലോ നോർമലും ഇൻസിഡൻറ്റ് ആംഗിളും, ഇൻസിഡൻറ്റ് റേയും. ഇത് θ1. റൈറ്റ്. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതായിരിക്കും എന്താ ഈ ആംഗിൾ, ദാറ്റ് ഇസ് θ2 എന്ന് എഴുതാം. റൈറ്റ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മൾ പാരാമീറ്റേഴ്സ് വെച്ചു. ഇനി ഏത് ഡയറക്ഷനാണ് പോസിറ്റീവ്? ഈ ഡയറക്ഷനെല്ലാം പോസിറ്റീവാണ്, ഈ ഡയറക്ഷനെല്ലാം നെഗറ്റീവാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാൻ നിൽക്കണില്ലേ. റൈറ്റ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ U പോസിറ്റീവാണ്, നെഗറ്റീവാണ്. മെഷർമെൻറ്റ് ഷുഡ് ബി ഓൾവേസ് ഫ്രം പോൾ ടു ഹിയർ. സോ U is നെഗറ്റീവ് U, റൈറ്റ്, ആൻഡ് V is പോസിറ്റീവ് V. അല്ലേ? ഈ ഡയറക്ഷനിലല്ലേ V മെഷർ ചെയ്യാം, ഫ്രം പോൾ ആണെങ്കിൽ, അല്ലേ? ആൻഡ് സിമിലർലി R is ഓൾസോ പോസിറ്റീവ്. ഇവിടെ മൈനസ് എഴുതിയാൽ മതി അല്ലേ. റൈറ്റ്. നെഗറ്റീവാണ്. ക്ലിയർ ആയ? റൈറ്റ്. അപ്പോൾ എല്ലാ ആംഗിൾസും മാർക്സ് ചെയ്തു. ഇനി ഒരു അഡീഷണൽ സാധനം കൂടി വരയ്ക്കാനുണ്ട് നിങ്ങൾ, വിച്ച് ഈസ് ടു ബി ആഡഡ് അഡീഷണലി. വി ആർ ഗോയിങ് ടു ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ. കുറച്ച് സ്ട്രെയിറ്റ് ആദ്യം വരച്ചിട്ട് നമുക്ക് മാറ്റി കളഞ്ഞാൽ വേണ്ട. ഇത് പെർപെൻഡിക്കുലർ ഇവിടെ P' എന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ. ക്ലിയർ ആവണ്ട? P അല്ല, P'. അപ്പോൾ MP' എന്ന് പറഞ്ഞിട്ട് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ക്ലിയർ ആയാം? ഇത് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കുറേ കാര്യങ്ങൾ എഴുതാണ്ട്. റൈറ്റ്. അതിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് കുറച്ച് അസംഷൻസ് അറിയണം. റൈറ്റ്. ഡെറിവേഷൻ നടത്തണ്ടേ? അപ്പോൾ അസംഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അസംഷൻ എല്ലാ റേംസും വരുന്നത് ഇൻഫിനിറ്റി എന്നാണെന്ന് വിചാരിക്കണം. അതായത് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരെയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന എല്ലാ ലൈറ്റ് റേസ് വിൽ ബി പാരലൽ. അല്ലെ? അത് കാണുമ്പോൾ പാരാക്സിയൽ ആയിട്ടാണ് തോന്നുന്നത്. ദാറ്റ് ഈസ് പാരലൽ ആൻഡ് വെരി ക്ലോസ് ടു ആക്സിസ്. റൈറ്റ്. അങ്ങനെ വരുമ്പോൾ ഓക്കെ, ഈ ആൽഫ എന്ന് പറയുന്ന സാധനം നമുക്ക് ആംഗിൾ 0ലേക്ക് പോകണ മാതിരി ഇരിക്കും അല്ലേ. ഓർ ഐ ക്യാൻ സേ ആൽഫ, ബീറ്റ, ഗാമ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാം വളരെ ചെറുതായിരിക്കും. എന്തൊക്കെയാണ്? ഇഫ് ഐ അസ്യൂം ദാറ്റ് ഓൾ ദ റേസ് ആർ പാരാക്സിയൽ, ദേ ആർ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദേ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോ ആൽഫ, ബീറ്റ, ഗാമ, ദെൻ θ1 ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇതെല്ലാം വളരെ വളരെ ചെറുതായിരിക്കും. റൈറ്റ്. ഇനി അത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. ദെൻ ദിസ് നമുക്കിപ്പോൾ തന്നെ കാണാം, ഈ P' Pയും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. റൈറ്റ്. സോ ഐ ക്യാൻ സേ P' ഈസ് ഈക്വലൻ ടു P. കേട്ടോ? അപ്പോൾ എനിക്ക് ഈ പെർപെൻഡിക്കുലറിന് MP' എന്ന് പറയണ്ട, എനിക്ക് എന്തെന്ന് തന്നെ എഴുതാം, അതിൽ MP എന്ന് തന്നെ എഴുതാം. അതായത് ട്രയാങ്കിൾസ് വരയ്ക്കുമല്ലോ നമ്മൾ, 2 ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, ആ ട്രയാങ്കിൾ എനിക്ക് 2ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് M, ഇത് P, ഇത് O, ഇത് I, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഒരു ചെറിയ ട്രയാങ്കിൾ ഇവിടെ Cൻ്റെ. ക്ലിയർ ആയിട്ടുണ്ട്? അതായത് MP' എന്ന് പറഞ്ഞാൽ വരച്ചു എന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സ്ഫെറിക്കൽ സർഫസ് ഈസ് ഈക്വലൻ്റ്, അത് വലിയൊരു സർഫസ് മാതിരി കൺസിഡർ ചെയ്ത് നോക്കിയേ. അപ്പോൾ അത് ഏതാണ്ട് സ്ട്രെയിറ്റ് മാതിരി ഇരിക്കും. ക്ലിയർ ആയാം? റൈറ്റ്. സോ ഐ ക്യാൻ സേ P' ഇസ് ഈക്വലൻ ടു P. ഇതൊക്കെ അസംഷൻസ് ആണ് വി ആർ ഗോയിങ് ടു ഡ്രോ ഫോർ ദിസ് വൺ. ക്ലിയർ? സോ ഇനി ഈ MPനെ നമുക്ക് ഇവിടെ എഴുതില്ലേ, ഈ MPനെ നമുക്ക് H എന്ന് പറഞ്ഞ ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. റൈറ്റ്. ഈ MPക്ക് H എന്ന് പറഞ്ഞ ഹൈറ്റാണ്. ഈ PC എന്താണ്? 6 അല്ലേ? മോളത്തെ ഫിഗറിൽ നിന്ന് പറയണം കേട്ടോ. PI എന്താണ്? V. OP എന്താണ്? U അല്ലേ? ഈ ആംഗിള് ആൽഫ, ഈ ആംഗിള് ഗാമ, ഈ ആംഗിള് ബീറ്റ അല്ലേ? റൈറ്റ്. നമുക്ക് ഈ ട്രയാങ്കിൾ തന്നെ നോക്കാമോ? അപ്പോൾ എൻ്റെ മക്കൾ റൈറ്റ് ടാൻ ആൽഫ, ടാൻ ബീറ്റ, ടാൻ ഗാമ അതങ്ങോട്ട് നിരത്തി എഴുതാം. ടാൻ ആൽഫ എന്താ വരിക?
ദാറ്റ് ഈസ് എം പി അല്ലേ, എം പി ഡിവൈഡഡ് ബൈ ഒ പി അല്ലേ, എം പി ഡിവൈഡഡ് ബൈ ഒ പി. അങ്ങനെ എം പിന് നമ്മളിപ്പോൾ തന്നെ എച്ച് എന്ന് ഹൈറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒ പി എന്ന് പറഞ്ഞാൽ യു ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് യു ആണ് അല്ലേ, റൈറ്റ്. അതേമാതിരി നിങ്ങളുടെ കയ്യിലുള്ള ഫിഗർ നോക്കണം, റൈറ്റ്. ദെൻ റൈറ്റ് ഫോർ ടാൻ ബീറ്റ, റൈറ്റ്. ടാൻ ബീറ്റ എടുക്കുമ്പോൾ എന്താ ട്രയാങ്കിൾ എടുക്കുക, ഈ ട്രയാങ്കിൾ എടുക്കണം, ദിസ് വൺ അല്ലേ. അപ്പോൾ ടാൻ ബീറ്റ എന്താ വരിക എന്ന് പറഞ്ഞാൽ എച്ച് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ അല്ലേ, എച്ച് ഡിവൈഡഡ് ബൈ ആർ. അതേമാതിരി ടാൻ ഗാമ എഴുതിയ ടാൻ ഗാമ ഇസ് ഈക്വൽ ടു എന്ത് വരിക, എച്ച് ഡിവൈഡഡ് ബൈ പി ഐ അല്ലെങ്കിൽ എച്ച് ഡിവൈഡഡ് ബൈ വി അല്ലേ. 3 ഇക്വേഷൻസ് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്ക് സ്നെൽസ് ലോ ആവശ്യമുണ്ട്, റൈറ്റ്. സ്നെൽസ് ലോ, സ്നെൽസ് ലോ ഏത്, 2 റിഫ്രാക്റ്റീവ് സർഫേസ് അല്ലേ. അപ്പോൾ N1 ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, അതിൻ്റെ ആംഗിൾ അവിടെ എന്താ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് θ1. സോ N1 sin θ1 ഈസ് ഈക്വൽ ടു N2 sin θ2 അല്ലേ. ഇനി നമ്മുടെ ഫിഗറിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ θ1 θ2 ഒക്കെ വളരെ ചെറുതാണ്. അപ്പോൾ sin θ1ന് പകരം എനിക്ക് എന്തെന്നെ എഴുതാം, θ1 എന്ന് എഴുതാം. sin θ2ന് എനിക്ക് θ2 എന്ന് എഴുതാം. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. നോക്കിയേ, നമ്മുടെ പ്രീവിയസ് കേസിലെ ഒന്ന് നോക്കിയേ, ഈ തീറ്റ എന്ന് പറയണതേ അതെനിക്ക് എന്തിൻ്റെങ്കിലും സമ്മായിട്ട് എഴുതാൻ പറ്റുമോ? ഈ θ1നെ ക്യാൻ ഐ റൈറ്റ് ഇൻ ദി സം ഓഫ് എനി ആംഗിൾസ്? എഴുതാമല്ലോ. ഞാൻ പറയുമ്പോൾ ആ ട്രയാങ്കിൾ മാത്രം ശ്രദ്ധിക്കണം കേട്ടോല്ലോ. ജസ്റ്റ് ലുക്ക് ഇൻ ടു ദിസ് ട്രയാങ്കിൾ ഗൈസ്. ഇത് അപ്പോൾ ഈ ആൽഫയും ബീറ്റേനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ θ1 വരും. ഒന്നുകൂടി ശ്രദ്ധിച്ചൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്ത് നോക്കുന്ന വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടില്ലേ, ഇവിടെ വരയ്ക്കാം. ഈ ആംഗിൾ എന്താ, നമ്മുടെ θ1 ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ആൽഫ ദി ട്രയാങ്കിൾ കേട്ടോ, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ θ1 അല്ലേ. ക്ലിയർ ആവുന്ന ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് യൂസ് ചെയ്യാം, right? I can use that value. അപ്പോൾ θ1 can be written as sum of alpha plus beta. Clear ആയ? So θ1 I am going to write it as, oh sorry ട്ടാ, green ആയിപ്പോയി. N1 alpha plus beta N2. ഇനി അതേമാതിരി θ2ന് എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? θ2 എവിടെ കിടക്കണം നോക്കിയേ, ഈ ട്രയാങ്കിളിനെ നോക്കിയാൽ ഇത് ഇങ്ങനെയല്ലേ. അപ്പോൾ ഈ ആംഗിള് θ2 അല്ലേ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ ആവണം അല്ലേ. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കി, റൈറ്റ്. ദിസ് ഇസ് θ2, ദിസ് ഇസ് ഗാമ ആൻഡ് ദിസ് ബിക്കംസ് ബീറ്റ. സോ ബീറ്റ ഇസ് ഈക്വൽ ടു θ2 പ്ലസ് ആർ എന്ന് പറയും. ബീറ്റ ഇസ് ഈക്വൽ ടു θ2 പ്ലസ് ആർ, അല്ലെങ്കിൽ θ2 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ബീറ്റ മൈനസ് ഗാമ. ആർ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ, ബീറ്റ മൈനസ് ഗാമ കേട്ടല്ലോ. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം ബീറ്റ മൈനസ് ഗാമ. ക്ലിയർ ആയ? എളുപ്പമല്ലേ? ഇനി കുറച്ച് കാര്യം കൂടി. അപ്പോൾ എല്ലാ ആംഗിൾസും ചെറുതാണെങ്കിൽ അവിടെ നേരത്തെ നമ്മൾ എഴുതിയ ടാൻ ആൽഫ, ടാൻ ബീറ്റ ഒക്കെ നമുക്ക് എന്തായിട്ട് എഴുതാം, ആൽഫ ബീറ്റ എന്ന് തന്നെ എഴുതാം. ദാറ്റ് ഈസ് ഐ ക്യാൻ റൈറ്റ് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ടാൻ ആൽഫ എച്ച് ഡിവൈഡ് ബൈ മൈനസ് യു, റൈറ്റ്. സിമിലർലി എനിക്ക് ബീറ്റ എന്ന് പറയുന്നത് തന്നെ എന്തെഴുതാൻ പറ്റും, എച്ച് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. അതേമാതിരി ഗാമ എന്താണ്, എച്ച് ബൈ ബി ആണ്. പക്ഷേ ടാനിൻ്റെ സ്ഥലത്തൊക്കെ യു ക്യാൻ റൈറ്റ് ആൽഫ ബീറ്റ ഗാമ, റൈറ്റ്. ഇനി ഇതെല്ലാം ഈ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദാറ്റ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് N1. ആൽഫന് പകരം എന്തെഴുതും, എച്ച് ബൈ മൈനസ് യു പ്ലസ് ബീറ്റയ്ക്ക് പകരം എച്ച് ബൈ ആർ, റൈറ്റ്, ഇസ് ഈക്വൽ ടു N2 h by r, right, beta minus h by v അല്ലേ. ഇനി എല്ലാത്തിൽ നിന്ന് h കളഞ്ഞു കഴിഞ്ഞാൽ N1 1 by r minus 1 by u ഒന്ന് റീഅറേഞ്ച് ചെയ്തു. N2 is equal to 1 by r minus 1 by v ആയാ. ഇനി നമുക്ക് ഒന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എല്ലാം എടുത്ത് മൈനസ് N1u is equal to N2 by r minus N2 by v
ഇനി എന്ത് ചെയ്യുക, ഇനി ഒന്ന് കുറച്ച് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. വിയും യു ഒരു സ്ഥലത്തും ആറിൻ്റെ ഒരു ടേം അല്ലാതും ഒരു സ്ഥലത്തേക്ക് ആക്കാം. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് വൺ ആസ് N2 ബൈ R മൈനസ് N1 ബൈ R. ഇതിങ്ങോട്ട് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു N2 ബൈ V മൈനസ് N1 ബൈ U. ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളോ, കേട്ടല്ലോ, റൈറ്റ്. സോ ഇനി ഒന്ന് ഇതിനെ റീ അറേഞ്ച് ചെയ്ത് ഇതിന് R കോമൺ അല്ലേ, 1 ബൈ R N2 മൈനസ് N1 ഇസ് ഈക്വൽ ടു N2 ബൈ V മൈനസ് N1 ബൈ U. അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലിരിക്കുന്ന ഫോം N2 minus N1 by U, this one, right, is equal to N2 minus N1 divided by R. This is the equation of refraction through a spherical surface. ഇങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാവുക. ക്ലിയർ ആയ? ഇത് ഇക്വേഷൻ അങ്ങനെ തന്നെ മക്കപ്പ് ചെയ്യുക കേട്ടോ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോമിലേക്കൊക്കെ പോവുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്, ഏതൊരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടെങ്കിലും, സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടെങ്കിലും എവിടെ നിന്നാണോ ഇപ്പോൾ ലൈറ്റ് റേസ് N2 N1 എങ്ങനെയാണ്, N1 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതാണ് N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. N2 എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടേക്കാണോ ലൈറ്റ് പോകുന്നത് അതാണ് N2ൻ്റെ റിഫ്രാക്റ്റീവ്. മനസ്സിലാവണ്ട? N1 is the refractive index from where the light is coming. N2 is the refractive index of that material into which the light is going. അങ്ങനെ പഠിക്കുകയാണ് എളുപ്പം, കേട്ടല്ലോ. വിയും യും പറയേണ്ട കാര്യമില്ലല്ലോ. ഇമേജ് ഡിസ്റ്റൻസ്, യു എസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു സ്ഫെറിക്കൽ സർഫസിൽ ഉണ്ടാകുമ്പോൾ ക്യാരക്ടേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയ? റൈറ്റ്. എടുക്കാൻ പോകുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കാം. അത് നീറ്റിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ആണ് കേട്ടോ. നീറ്റിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ്. ഡോണ്ട് മിക്സ് ഇറ്റ് വിത്ത് യുവർ ബോർഡ് എക്സാമിനേഷൻ. ഇത് ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇക്വേഷൻ അല്ല, കേട്ടല്ലോ. ഇത് ഞാൻ പ്രത്യേകം എല്ലാ പ്രാവശ്യം പറയും, എന്നാലും നിങ്ങൾക്ക് ഡൗട്ടാണ് ഇതിൽ ഏതാണ് നീറ്റ് ഏതാണ് ബോർഡ് എന്നുള്ളത്, കേട്ടല്ലോ. നീറ്റിലുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ബോർഡിലുള്ള എല്ലാ ടോപ്പിക്സും നീറ്റിലുണ്ട്, പ്ലസ് അഡീഷണൽ മാത്രമേ ഉണ്ടാവുള്ളൂ നീറ്റിന്, കേട്ടല്ലോ. അപ്പോൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞാണ് വിച്ച് ഇസ് ഓൺലി റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് നീറ്റ്. അതായത് സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസസിൻ്റെ ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ. ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇത് ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് എത്രത്തോളം മാഗ്നിഫൈ ആവും അല്ലെങ്കിൽ ചെറുതാണോ വരുന്നത് അത്. ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ M is equal to N1V divided by N2U. മകപ്പേ. എന്നാൽ ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ, അതായത് വസ്തു കിടത്തിയിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും, റൈറ്റ്? ദാറ്റ് ഈസ് നോൺ ആസ് ലോഞ്ചിറ്റ്യൂണൽ മാഗ്നിഫിക്കേഷൻ M dash that is equal to N1V squared by N2U squared. കേട്ടല്ലോ. ഇക്വേഷൻ അങ്ങനെ തന്നെ കാണാപ്പാടം പഠിക്കാം. ക്ലിയർ? ഇത് സ്ഫെറിക്കൽ സർഫസസിൻ്റെ. മിററിൽ നിങ്ങൾ ഇതേമാതിരി പഠിച്ചിട്ടുണ്ട്. എന്തുവാ സാധാരണ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഫോർ എ സ്ഫെറിക്കൽ മിറർ -V/U അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് സാധാരണ ശരിക്കും പറയേണ്ടത് ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ അല്ലേ. നിങ്ങളെപ്പോഴും ഇത് ചെറുതാണോ വലുതാണോ എന്നങ്ങനെ നോക്കണല്ലോ. എന്നാൽ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷനും ഉണ്ട് കേട്ടോ, കിടത്തി വയ്ക്കാലും ഉണ്ടാവണം അല്ലേ. ആ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ -V²/U². ഇത് നീറ്റാണ് കേട്ടോ. ഇത് ഈ 4 ഇക്വേഷനിൽ ഇത് മാത്രം നമ്മുടെ CBSE ബോർഡിൽ വന്നിട്ടുള്ള ഇക്വേഷനുള്ള, ബാക്കി 3 എക്സ്ട്രാ ഞങ്ങൾക്ക് നിൽക്കിട്ടുള്ളതാണ്, കേട്ടല്ലോ. അതേമാതിരി സ്ഫെറിക്കൽ റിഫ്രാക്റ്റീവ് സർഫസിൻ്റെ പവർ അത് N2 minus N1 by R നമ്മൾ എഴുതിയില്ല ഒരു ഇക്വേഷൻ്റെ. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ നമ്മൾ N2/V minus N1/U എന്ന് എഴുതിയത്. ഈ പാർട്ടിനെയാണ് പറയുന്നത് പവർ ഓഫ് അവർ സ്ഫെറിക്കൽ റിഫ്രാക്റ്റീവ് സർഫസ്. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് കേട്ടോ. 1 diopter is equal to 1 meter raised to -1. അതൊക്കെ അറിഞ്ഞിരിക്കുക, റൈറ്റ്? ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിൽ വെച്ചാൽ ഇതൊന്നും നിങ്ങളുടെ നീറ്റിൻ്റെ സെക്ഷൻ അല്ല, ഓക്കെ. സോറി, നീറ്റിൻ്റെ സെക്ഷൻ അല്ല, ബോർഡിൻ്റെ സെക്ഷൻ അല്ല. തലതിരിച്ചു പോയില്ലേ. ഇപ്പോൾ ഇതേമാതിരി ഒരു അഡീഷണൽ പോയിന്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ റിഫ്രാക്റ്റീവ് സർഫസ് ഇതില്ലേ, നമ്മളെല്ലാത്തിലും പ്ലെയിൻ സർഫസാണ് എടുത്തത്. അപ്പോൾ റിഫ്രാക്റ്റീവ് സർഫസ് ഇത് പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഇതിന് പകരം നോക്കിയേ, ഇത് സ്ഫെറിക്കൽ അല്ലേ, അതിന് പകരം പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ യുവും വിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? N2/V
മൈനസ് n1/u ഇസ് ഈക്വൽ ടു n2 മൈനസ് n1/r. ഇതെല്ലാം നമ്മൾ പഠിച്ച ഇക്വേഷൻ സ്ഫെറിക്കൽ സർഫസിൽ വെച്ചിട്ടാണ് ചെയ്യാം. പക്ഷേ നോക്കിയേ, ഇത് സ്ഫെറിക്കലാണെങ്കിൽ ഇവിടെ ഇത് സെൻറ്റർ വല്ല ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മുടെ ആറിന് എഴുതുക, ഈ ആറ് അല്ലേ, ഈ സ്ഫെറിക്കൽ സർക്കസ് അല്ലല്ലേ ഇപ്പോൾ ഉള്ള കയ്യിലുള്ളത്, നമ്മുടെ കയ്യിൽ ഇത് പ്ലെയിൻ അല്ലേ. അപ്പോൾ നമ്മുടെ റേഡിയസ് ഇത് എവിടെ അവസാനിക്കാത്തൊരു ഏതെങ്കിലും ചിലപ്പോൾ വലിയൊരു, ഇഫ് ഐ ഹാഡ് കൺസിഡേർഡ് എ സ്ഫിയർ വിച്ച് ഇസ് വെരി ലാർജ്, വളരെ വലുത്, ഭൂമിയോളം വലുതല്ല, അതിനേലും വലുത്. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഗ്രൗണ്ട് സ്ട്രെയിറ്റ് ആയിട്ടാണോ തോന്നുന്നത്? അതെ, റൈറ്റ്. അപ്പോൾ ഐ ക്യാൻ സേ ദിസ് പ്ലെയിൻ മിറർ ഹാസ് റേഡിയസ് ഓഫ് കർവേച്ചർ വിച്ച് ഇസ് ഇൻഫിനിറ്റി. അളക്കാൻ പറ്റൂല, റൈറ്റ്? ക്ലിയർ ആവണ്ടാ? അപ്പോൾ ആറിൻ്റെ ഇവിടെ ഞാൻ എന്ത് എഴുതണം? ഇൻഫിനിറ്റി എന്ന് എഴുതണം. അപ്പോൾ 1/∞ ഇത് തെറിച്ച് പോയാൽ ഇതും റൈറ്റ്. അപ്പോൾ n2/v ഇസ് ഈക്വൽ ടു n1/u എന്ന് കിട്ടും കേട്ടോ. ക്ലിയർ? ദിസ് ഈസ് വെൻ യു കൺസിഡർ ദ റിഫ്രാക്റ്റീവ് സർഫസ് ഈസ് പ്ലെയിൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ കേസിൽ നമ്മൾ ജസ്റ്റ് എന്താണ് സ്നെൽസ് ലോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയണില്ല, റൈറ്റ്? സോ ബട്ട് യു ഹാവ് നോട്ട് കൺസിഡേർഡ് VU എക്സെട്ര കണ്ടീഷൻസ് ദ. ക്ലിയർ? റൈറ്റ്? ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പറയുകയാണ് 10ാം ക്ലാസ്സിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലെത്തി, ദാറ്റ് ഈസ് ലെൻസസ്. ലെൻസുകൾ ഇതിൽ നിങ്ങൾ 2 ടൈപ്പുള്ള പഠിച്ചിട്ടുണ്ട്, കോൺകേവും കോൺവെക്സ് ലെൻസും. അപ്പോൾ ശരിക്കും അതിൻ്റെ ടെക്നിക്കൽ ടേംസ് എന്താണ്, എത്ര ടൈപ്പ് ലെൻസസ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട്. എന്താ ലെൻസ്? 2 ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റിംഗ് മീഡിയം, അതിനെ ബൗണ്ട് ചെയ്തിരിക്കുകയാണ് കർവ്ഡ് സർഫസ് കൊണ്ട്. ക്ലിയർ ആവണ്ടാ? ട്രാൻസ്പെറൻറ്റ് മീഡിയം, അതായത് ഇപ്പോൾ സപ്പോസ് എൻ്റെ ഗ്ലാസ് ലെൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഇങ്ങനെ അല്ലേ, ഇത് ഗ്ലാസ് ആണ് അല്ലേ മെറ്റീരിയൽ. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് റിഫ്രാക്റ്റിംഗ് മീഡിയമാണ് വിച്ച് ഇസ് ബൗണ്ടഡ് ബൈ കർവ്ഡ് സർഫസ്, റൈറ്റ്? ഇത് 2 കർവ്ഡ് സർഫസ് ആവാം, ചിലപ്പോൾ ഒരു കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സർഫസ് ആവാം, അങ്ങനെയാവാം, റൈറ്റ്? ദിസ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഇസ് നോൺ ആസ് ലെൻസസ്. ക്ലിയർ ആവണ്ടാ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ലെൻസ് നോക്കി, ഇങ്ങനത്തെ ലെൻസ് പഠിച്ചിട്ടുണ്ട്, ഏറ്റവും അല്ലെ കൺവേർജിങ് ആയിട്ടുള്ള ലെൻസ്, അല്ലെങ്കിൽ ഇതിനെ പറയും കോൺവെക്സ് ലെൻസ്. ബട്ട് ഇറ്റ്സ് ടെക്നിക്കൽ നെയിം ഈസ് ബൈ കോൺവെക്സ് ലെൻസ്. 2 റൈറ്റ്? 2 ബൈ കോൺവെക്സ് ലെൻസ് എന്നാണ് ഇതിനെ പറയാം. 2 കോൺവെക്സ് സെക്ഷൻസ് കൂടിയിട്ടാണ് ബൈ കോൺവെക്സ് ലെൻസ് ഉണ്ടാവുന്നത്. സിൽവറിങ്ങിൻ്റെ കേസില്ല കേട്ടോ അവിടെ, റൈറ്റ്? എന്നാൽ ഇങ്ങനെയും ഉണ്ട് കേട്ടോ ലെൻസ്, റൈറ്റ്? ദിസ് ഈസ് നോൺ ആസ് പ്ലാനോ കോൺകേവ് ലെൻസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ, ബട്ട് ഐ എം ടെല്ലിങ് യു, നീറ്റിലൊക്കെ ആവശ്യം വരും, റൈറ്റ്? ഇനി ഇങ്ങനെ ഒരു ലെൻസിനെ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ്, റൈറ്റ്? എന്നാൽ ഇങ്ങനെ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതെന്താ? ബൈ കോൺകേവ് ലെൻസാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പറയുകയാണെങ്കിൽ ഡൈവേർജിങ് ലെൻസ്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ സാധാരണ കോൺകേവ് ലെൻസ് മാത്രം പറയും. എന്നാൽ ഇങ്ങനെയുണ്ട് ലെൻസ്, റൈറ്റ്? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലെൻസിനെ കോൺകേവോ കോൺവെക്സ് ലെൻസ് എന്ന് പറയും, റൈറ്റ്? എന്നാൽ ലാസ്റ്റ് ടൈപ്പ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഒരു ലെൻസ്, റൈറ്റ്? ദിസ് ഇസ് കോൺവെക്സോ കോൺകേവ് ലെൻസ്, റൈറ്റ്? ഇത്രയും ടൈപ്പ് ലെൻസുകളാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നീറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ CBSE ബോർഡിൽ നമ്മുടെ സാധാരണ കോൺവെക്സും കോൺകേവ് ലെൻസ് മാത്രം അറിഞ്ഞാൽ മതി, അല്ലേ? പാർട്സുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഒപ്റ്റിക് സെൻറ്റർ എന്താണെന്ന് അറിയണം, 2 ഫോക്കസുകൾ ഉണ്ടാവും എന്നറിയണം, 2 റേഡിയസ് ഓഫ് കർവച്ചുകൾ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് കേട്ടോ, റൈറ്റ്? നമ്മുടെ ബിഗ് ഡീൽ അറിഞ്ഞിരുന്നാൽ മതി, റൈറ്റ്? അപ്പോൾ അതേമാതിരി നിങ്ങൾ ഫിഗേഴ്സ് വരച്ചിട്ടുണ്ടാവും ബേസ്ഡ് ഓൺ റൂൾസ് ഓഫ് ലെൻസ്, അല്ലേ? എന്തൊക്കെയാണ് ലെൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമേജ് ഫോർമേഷൻ്റെ റൂൾസ്, സൈൻ കൺവെൻഷൻസ്. ഓർമ്മണ്ട എന്തായിരുന്നു സൈൻ കൺവെൻഷൻ? ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓൾ ദി ഡയറക്ഷൻസ് ആർ മെഷേർഡ് ഫ്രം ഒപ്റ്റിക് സെൻറ്റർ, അല്ലേ? ലെൻസ് ഇതാണെങ്കിൽ അത് നടുക്കുള്ള ഈ പോയിൻ്റാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയാം, റൈറ്റ്? സിൻസ് എ ലെൻസ് ഇസ് മേഡ് അപ്പ് ഓഫ് 2 കർവ്ഡ് സർഫസ്, അല്ലേ? ഇത് അപ്പോൾ ഇതൊരു സ്ഫിയറിൻ്റെ പാർട്ടായിരിക്കും, അതേമാതിരി ഇത് വേറെ സ്ഫിയറിൻ്റെ പാർട്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു C ഉണ്ടാവും, അതേമാതിരി ഇതിന് കറസ്പോണ്ടിങ് ഒരു C ഉണ്ടാവും. 2 സെൻറ്റർ ഓഫ് കർവച്ചർ ഉണ്ടാവും, ഹൻസ് ദാറ്റ് ഈസ് 2 റേഡിയസ് ഓഫ് കർവച്ചർ, റൈറ്റ്? അപ്പോൾ ഈ പോയിൻറ്റിനെ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയും. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. 2 സെൻറ്റർ ഓഫ് കർവച്ചർ ഉണ്ടെങ്കിൽ 2 ഫോക്കസുകളും ഉണ്ടാവും,
കേട്ടല്ലോ, റൈറ്റ്? R/2 ഡിസ്റ്റൻസിലാണ് ഇക്വലൻ്റ് ഫോക്കസുകൾ ഉണ്ടാവും. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പോകുന്നില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. സൈൻ കൺവെൻഷൻ എന്താ പറയുന്നത്? എല്ലാ ഡിറക്ഷൻസ് അല്ലെങ്കിൽ എല്ലാ ഡിറക്ഷൻ മെഷർമെൻറ്റ്സ് ഇസ് ടേക്കൺ ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. ഇതാണ് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ എങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മെഷർമെൻറ്റ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവാണ്. അതേമാതിരി ഒപ്റ്റിക് സെൻറ്ററിൽ മുകളിലേക്ക് വരുന്ന എല്ലാ ക്വാണ്ടിറ്റീസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ എന്നല്ല പ്രിൻസിപ്പൽ ആക്സിസ്, അതിന് താഴെ വരുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ, നോട്ട് എ ബിഗ് ഡീൽ, റൈറ്റ്? അതേമാതിരി നിങ്ങൾ കുറച്ച് ലോസ് പഠിച്ചിട്ടുണ്ടാവും. ലെൻസിൽ കൂടെ പോകാൻ പോകുന്ന എന്താണ് ഇമേജ് എല്ലാം ഫസ്റ്റ് എറേ ചോടാ എന്താണ് റൈറ്റ്? ഒരു ലെൻസ് എങ്കിൽ the principal axis the optic center, a light ray which is passing through the optic center of the lens proceeds undeviated. ഒരു പ്രശ്നമില്ലാണ്ട് അത് അങ്ങോട്ട് പാസ് ചെയ്ത് പോകും, റൈറ്റ്? എന്നാൽ the same lens I am taking, right, any ray which is parallel to the principal axis, right, after refraction through the lens passes or appears to be passing through the focus, ഇങ്ങനെ പോകും, റൈറ്റ്? അതേമാതിരി ഇനി അതേമാതിരി ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് വരുന്നത് ലെൻസ്, ഇവിടെയാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക. എ റേ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ഫോക്കസ് ഓർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഫോക്കസ് ഓഫ് ദ ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ത്രൂ ദ ലെൻസ് ബിക്കംസ് പാരലൽ. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പാസ്സായി പാരലായിട്ടിരിക്കുന്നു പോകുക എന്ന്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ലോസ് ഉള്ളത്, റൈറ്റ്? ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും ഡിഫറെൻറ്റ് പൊസിഷൻസിലുള്ള ഗ്രാഫ് പഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാനതൊന്ന് റിഫ്രഷ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് സ്പീഡ് കൂട്ടി പറയണത്, കേട്ടല്ലോ? ഇനി ആദ്യത്തെ എന്തായിരിക്കും? കൺവെർജൽ അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യം പറയാം. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ലെൻസ് വരച്ചു, ഇതതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഒരു ലൈന് ഒപ്റ്റിക് സെൻറ്ററിൽ പാസ് ചെയ്യുക, അത് അൺഡീവിയേറ്റഡ് ആയിട്ട് ഓടിപ്പോയി. ഇവിടെ 2 ഫോക്കസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത് F1 ആണെന്ന് വിചാരിക്കുക, ഇത് F2. അപ്പോൾ ഒരെണ്ണം ഫോക്കസ് കൂടെ പാസ് ചെയ്ത് അത് റിഫ്രാക്ട് ചെയ്തിട്ട് ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മീറ്റ് ചെയ്തിട്ട്, സോ ഐ ക്യാൻ സേ ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് F2. ആ ഒബ്ജക്റ്റ് വളരെ ലാർജ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ആണ്. ശരിക്കും മീറ്റ് ചെയ്തിട്ടല്ല ഉണ്ടാവണം, അതെ, റിയൽ. ഇൻവേർട്ടഡ് ആണ്, റൈറ്റ്? പിന്നെന്താ? ഡിമിനിഷ്ഡ്. ഒബ്ജക്റ്റിനേക്കാളും ചെറുതായിട്ടാണ് ഇമേജ് കാണുന്നത്, റൈറ്റ്? ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ഇമേജ് ഈസ് മെയ്ഡ് അറ്റ് ദ സെക്കൻഡ് ഫോക്കസ്. ക്ലിയർ ആവുണ്ടോ? ഇനി രണ്ടാമത്തത് എങ്ങനെയായിരുന്നു? ഇഫ് ദിസ് ഇസ് ദ ലെൻസ്, റൈറ്റ്? ക്ലിയർ? അവിടെ ഞാൻ കൊണ്ടുപോയ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നത് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ബിയോണ്ട് 2F. അതായത് ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ അപ്പുറമാണ്, റൈറ്റ്? ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അങ്ങനെ വരാണെങ്കിൽ ഇവിടെ F, ഇവിടെ നെക്സ്റ്റ് 2F, റൈറ്റ്? ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഒരെണ്ണം ലൈറ്റ് റേ പാരലായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ഫോക്കസ്, റൈറ്റ്? ഇനി നെക്സ്റ്റ് എന്താ? ഒരെണ്ണം ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യും, റൈറ്റ്? സോ യു വിൽ ഫൈൻഡ് ഇമേജ് ഹിയർ, റൈറ്റ്? ആൻഡ് ഈ ഇമേജ് എന്താണ്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ F and 2F ഇൻ ദ അതർ സൈഡ്. ക്ലിയർ ആവുണ്ടോ? ഇതൊക്കെ ഞാൻ ഫാസ്റ്റിൽ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക? ലെൻസ് ഇതാണെന്ന് വിചാരിക്കാം, ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഐ ക്യാൻ സേ ഇറ്റ് ഇസ് 2F അല്ലേ? എഫിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ, അതറിയണം കേട്ടോ. ഇത് F, നെക്സ്റ്റ് 2F, right? So one light ray will pass through parallel, right? So then it has to pass through the focus, right? ഇങ്ങനെയാണല്ലോ പഠിച്ചത്. ഇനി ഒരെണ്ണം എന്ത് ചെയ്യണം? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് ഡീവിയേറ്റ് ചെയ്തേക്ക് പോകാണ്ട്. സോറി, അതെന്താടോ കേട്ടല്ലോ? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഡീവിയേറ്റ് ചെയ്യാണ്ട് പോയി അല്ലേ? അപ്പോൾ ഇമേജ് വാസ് ഫോംഡ് അറ്റ് വേർ? അറ്റ് 2F അല്ലേ? എന്നിട്ട് എന്താ? സെയിം സൈസാണ്, ഒബ്ജക്റ്റിൻ്റെ അതേ സൈസാണ്. അപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, റൈറ്റ്? ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? എന്നാൽ നാലാമത്തത്, റൈറ്റ്? ഇതേമാതിരി നമ്മൾ വെച്ചു. അഗെയിൻ F-ഉം 2F-ഉം മാർക്ക് ചെയ്യുക. F, 2F, F, 2F. ക്ലിയർ? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 2F-ഉം F-ഉം, സോറി 2F എന്ന് പറയുന്നത്. സപ്പോസ് ഒബ്ജക്റ്റ് ഇസ് ബിറ്റ്വീൻ 2F and F, റൈറ്റ്? സോ അഗെയിൻ pass the one ray parallel, so it has to bound or pass through focus. Pass another for an optic center,
റൈറ്റ്. അപ്പോൾ നമുക്ക് 2Fന് അപ്പുറം ആണ് ഇമേജ് കിട്ടുക. ആൻഡ് ഇറ്റ് ഇസ് എ ലാർജ് വൺ, എൻലാർജ്ഡ് ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് കാണില്ലെങ്കിലും മനസ്സിലാക്കുക, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ഈ 2Fന് ബിയോണ്ടാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയും 2Fൻ്റെ ഇടയിലാണ് ആ ഇമേജ് ഫോം ചെയ്യുക. റൈറ്റ്. നൗ സിമിലർലി ഫിഫ്ത്ത് വൺ, ഇതാണ് കോൺവെക്സ് ലെൻസ്. റൈറ്റ്. ഇത് എഫ്, ഇത് 2F. റൈറ്റ്. നെക്സ്റ്റ് എഫ്, 2F. റൈറ്റ്. സപ്പോസ് ഐ ആം കീപ്പിംഗ് ദ ഒബ്ജക്റ്റ് അറ്റ് എഫ്. റൈറ്റ്. അപ്പോൾ എന്താ, ഒരു പോയിൻ്റ് പാരലാക്കുക, അപ്പോൾ നെക്സ്റ്റ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യണം, ഒരെണ്ണം ഓപ്റ്റിക് സെൻറ്ററിലേക്കും പാസ് ചെയ്യണം. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇമേജ് വരുന്ന എന്താ, ഇൻഫിനിറ്റിയിലാണ് ഇമേജ് വരിക. റൈറ്റ്. എവിടെയെങ്കിലും ഇത് പോയി മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്. ക്ലിയർ? എവിടെയെങ്കിലും മീറ്റ് ചെയ്യും. പിന്നെ സിക്സ്ത് വൺ. റൈറ്റ്. Again this is our lens F. സോറി, ഇവിടെ എഫ്. അപ്പോൾ ഒബ്ജക്റ്റിന് ഞാൻ കൊണ്ടിട്ട് എഫും സിൻ്റെ ഇടയിലാണ്. അറ്റ് എഫ് വെക്കാണ്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് സി വെക്കുകയാണ്. ഒരെണ്ണം പാരലൽ ചെയ്തു, സോ ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ ദിസ് ഫോക്കസ്. റൈറ്റ്. ദ അതർ വൺ ഈസ് പാസിങ് ത്രൂ ദ ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇവിടെ ഒന്നും മീറ്റ് ചെയ്യില്ല. പക്ഷേ ബാക്കിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിയോണ്ട് എഫിൽ, റൈറ്റ്, നമുക്കൊരു ഇമേജ് കിട്ടും വിച്ച് ഇസ് ലാർജ്. റൈറ്റ്. അപ്പോൾ ഇത് ശരിക്കും മീറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടായതാണോ? അല്ല. സോ ഇറ്റ്സ് എ വെർച്വൽ ഇമേജ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ ഒരു പ്രാവശ്യം മാത്രം വെർച്വൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ. അത് എപ്പോഴാണ്? വെൻ ദ ഒബ്ജക്റ്റ് ഇസ് ബിറ്റ്വീൻ എഫ്, റൈറ്റ്, ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ഒ. ക്ലിയർ ആവുന്നുണ്ട്? ഒരു പ്രാവശ്യം മാത്രം വെർച്വൽ ഇമേജ് വരുള്ളൂ. കേട്ടല്ലോ? റൈറ്റ്. ഇനി ഇതൊക്കെ പോയിന്റുകൾ ഓർത്ത് വയ്ക്കേണ്ടതാണ് കേട്ടോ. റൈറ്റ്. ഇനി നിങ്ങൾ മക്കൾ കോൺകേവ് ലെൻസിൻ്റെ, അതായത് ഡൈവർജൻ ലെൻസിൻ്റെ ഫിഗർ ആകെ 2 ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ തനിയെ വരയ്ക്കണം. ക്ലിയർ? ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക്, വൺ ഓഫ് ദ ഹോംവർക്ക്, ആൻഡ് യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ്. ക്ലിയർ? റൈറ്റ്.